സംഭവബഹുലമായ ന്യായവിധിക്ക് ശേഷം പിന്നീടുള്ള 19-20 അധ്യായങ്ങളിൽ നടക്കാൻ പോകുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണവും ദുഷ്ടന്മാരുടെ തോൽവിയുമാണ്. സ്വർഗത്തിൽ വലിയൊരു മഹാഘോഷം കേട്ടു. ഹല്ലേലൂയ! രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിന്. എല്ലാവരും ദൈവത്തിൻ്റെ ന്യായവിധിയെ പുകഴ്ത്തി. 24 മൂപ്പന്മാരും 4 ജീവികളും ആമീൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. സർവശക്തിയുള്ള ദൈവമായ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ആഹ്വാനവും ഇതിനൊപ്പം നടന്നു. ഇനിയാണ് കല്യാണം. വിശുദ്ധന്മാരുടെ ന്യായവിധി കഴിഞ്ഞ് ഓരോരുത്തർക്കും തക്ക പ്രതിഫലം കൊടുത്ത് കുഞ്ഞാട് രാജ്യത്വം ഏറ്റെടുത്തു. ഇനി കുഞ്ഞാടിൻ്റെ കല്യാണം. വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തിയാകുന്ന ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വിവാഹത്തിന് മണവാട്ടി ഒരുക്കപ്പെടും. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഇവരാരെന്നാൽ സ്വർഗീയവാസികളായ ദൈവത്തിൻ്റെ ദൂതന്മാരും പഴയ നിയമ വിശുദ്ധന്മാരും. പിന്നീട് കാന്തയാകുന്ന സഭയോടൊന്നിച്ച് ഭൂമിയെ വീണ്ടെടുക്കാൻ ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മഹത്വ പ്രത്യക്ഷതയാണ്. സ്വർഗം തുറന്നിരിക്കുന്നതും ഒരു വെള്ളക്കുതിര പ്രത്യക്ഷനായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുവെച്ചു തലയിൽ രാജമുടി ധരിച്ച് യുദ്ധവീരനായ മഷിഹായായിട്ടാണ് കർത്താവ് അപ്പോൾ വരുന്നത്. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. രാജാതിരാജാവും കർത്താവും എന്ന നാമം അവൻ്റെ കൈമേലും തുടമേലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഭൂമിയുടെ വീണ്ടെടുപ്പിന് തടസ്സമായി പിശാചിനെ കൊല്ലുന്നതാണ് അടുത്തതായി നമ്മൾ കാണുന്നത്. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളെയും മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവാൻ ക്ഷണിക്കുന്നുണ്ട്. ഇത് ഹെർമഗദോൻ യുദ്ധത്തെയാണ് പരാമർശിക്കുന്നത്. കുതിരപ്പുറത്തിരിക്കുന്നവൻ മൃഗത്തോടും ഭൂരാജാക്കന്മാരോടും യുദ്ധം ചെയ്ത് മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി അവരെ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞ് ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാൾ കൊണ്ട് കൊന്നു. ഇങ്ങനെ ഭൂമിയുടെ വീണ്ടെടുപ്പിന് പിശാചിനെ ദൈവം തകർത്തു. കുഞ്ഞാടിൻ്റെ കല്യാണവും ഹെർമദോൻ യുദ്ധവും കഴിഞ്ഞാൽ പിന്നെയുള്ളത് സാത്താൻ്റെ ബന്ധനമാണ്. ഒരു ദൂതൻ അഗാധത്തിൽ നിന്നും താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ടുവന്ന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടുകളിലേക്ക് ചങ്ങലയ്ക്കിടും. അവനെ അഗാധത്തിലേക്ക് തള്ളിയിട്ട് അവനെ അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്യും. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തം തലഛേദിക്കപ്പെട്ടവരും എതിർ ക്രിസ്തുവിനെ കീഴ്പ്പെടുത്തപ്പെടാത്തവരും 1000 ആണ്ട് യേശു ക്രിസ്തുവിനോട് കൂടെ വാഴും. ഇതാണ് സഹസ്രാബ്ദ വാഴ്ച അഥവാ 1-ാം പുനരുദ്ധാനം. 1000 ആണ്ടിന് ശേഷം സാത്താനെ തടവിൽ നിന്നും അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുള്ള ജാതികളായി ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുന്നതിനെ വശീകരിക്കുവാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ വന്ന് വിശുദ്ധന്മാരുടെ പാളയമൊക്കെ വളഞ്ഞെങ്കിലും ആകാശത്തു നിന്നും തീയിറങ്ങിയവരെ നശിപ്പിക്കും. അവരെ വഞ്ചിച്ച പിശാചിനെ ഗന്ധക തീപ്പൊയ്കയിൽ തള്ളിയിടും. തുടർന്ന് മരിച്ചവർ അപാലവൃതം ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ മുൻപിൽ വന്ന് ദൈവം അവരെ ന്യായം വിധിച്ച് ചെയ്തതിന് തക്ക പ്രതിഫലം കൊടുക്കുന്നതാണ് വെള്ളസിംഹാസന ന്യായവിധി. മരണവും പാതാളവും തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ഏവനും തീപ്പൊയ്കയിൽ തള്ളപ്പെടും. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഇതാണ് 2ാമത്തെ മരണം. 1-ാം പുനരുദ്ധാനത്തിലുള്ളവരുടെ മേൽ 2-ാം പുനരുദ്ധാനമായ മരണത്തിന് അവകാശമില്ല.